അതേസമയം വയനാട് പടമലയിലും കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിവരശേഖരണം നടത്തി. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ പൊറുതിമുട്ടി ജനം. കോഴിക്കോട് കൂടരഞ്ഞിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. വയനാട് അതിർത്തിയായ തമിഴ്നാട് നീലഗിരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. പാലക്കാട് വാളയാറിൽ കാട്ടാന കർഷകനെ ആക്രമിച്ചു. കൊല്ലം പത്തനാപുരത്തും പാലക്കാട് പട്ടാമ്പിയിലും പുലി ഇറങ്ങി. 3 ആഴ്ച മുമ്പാണ് കോഴിക്കോട് കൂടരഞ്ഞിക്ക് സമീപം പെരുമ്പൂളയിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. ഇന്നലെ രാത്രിയോടെ 3 വയസ്സ് പ്രായമുള്ള ആൺപുലി കുടുങ്ങി. ഇന്നലെ അർദ്ധരാത്രിയാണ് നീലഗിരി ദേവർഷോലയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടത്. ദേവർഷോല മരമ്പിലാവ് സ്വദേശി ജംഷീദാണ് മരിച്ചത്. പാലക്കാട് വാളയാറിൽ കർഷകന് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റു. വാദിയാർ ചള്ള സ്വദേശി വിജയനാണ് പരിക്കേറ്റത്. 4 മണിക്ക് ഞാനും മാനും കൂടിയിട്ട് അവിടെ ഇരുന്നു. പിന്നെ നോക്കുമ്പോൾ ബാറ്ററി അടിച്ച് നോക്കുമ്പോൾ 3 ആന നിൽക്കുന്നുണ്ട്. 3 ആന അവിടെ നിന്ന് വന്ന് ആട്ടി വിട്ട് പോയത് ഇതവിടെ നിന്നിട്ട് മുടിക്കിയിട്ട് ആന തിരിഞ്ഞു വന്ന് മുടിക്കിയതാണ്. കൂട്ടമാണ് ഇതുവരെയ്ക്കും കൂട്ടം. പിന്നെ അവസാനം ഞാൻ നോക്കുന്ന 4 മണിക്ക് 3 എണ്ണം. പത്തനാപുരം കിഴക്കേ ഭാഗത്താണ് പുലി ഇറങ്ങിയത്. പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ച് പരിശോധന നടത്തുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. പാലക്കാട് പട്ടാമ്പി കാരക്കാട് പുലിയെ കണ്ടതായി അഭ്യൂഹം. എന്നാൽ കാട്ടുപൂച്ചയാകാനാണ് സാധ്യത എന്ന നിഗമനത്തിലാണ് വനംവകുപ്പുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്.